അനുമോളുടെ PR വിഷയമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ ഫിനാലയിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പം നിലവിൽ 9 കണ്ടസ്റ്റൻസ് ആണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലവിലുള്ളത്. അനുമോളുടെ PR വിഷയം എടുക്കുമ്പോൾ അതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു അലിഗേഷൻ അനുമോൾ ഒരു 16 ലക്ഷം രൂപയുടെ PR എടുത്തു എന്നുള്ളതാണ്. ഈ 16 ലക്ഷം എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ PR എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. PR എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ സിനിമകളുടെ ടൈറ്റിൽ കാർഡിൽ PRO പബ്ലിക് റിലേഷൻ ഓഫീസർ വാഴൂർ ജോസ് എന്നുള്ളത്. ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് പബ്ലിക്കിലേക്ക് മാക്സിമം കണ്ടന്റ്സ് മാക്സിമം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗ് ബോസ് പോലുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഗെയിം ഷോയിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു PR എന്നുള്ളത് ഈ ഒരു കാലത്ത് വളരെ അനിവാര്യമായിട്ടൊരു കാര്യമാണ്. PR എടുക്കാതെ ബിഗ് ബോസിലേക്ക് കയറുന്നത് ഒരു മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മുക്കിനും മൂലയിലും എല്ലാവർക്കും യൂട്യൂബ് ചാനലും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ള ഒരു കാലം കൂടിയാണ് ഈ ഒരു കാലം. അപ്പോൾ ഈ ഒരു കാലത്ത് കടൽ പോലെ പേജസും കടൽ പോലെ യൂട്യൂബ് ചാനൽസും ഉള്ളപ്പം ഒരു ഷോയിലേക്ക് പോകുമ്പോൾ ആ ഒരു മത്സരാർത്ഥിയുടെ കാര്യങ്ങൾ മത്സരാർത്ഥി അവിടെ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അനുമോൾ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് 16 ലക്ഷം രൂപയുടെ PR കൊടുത്തിട്ടുണ്ട് എന്ന് ബിന്നി അവിടെ വാദിക്കുന്നുണ്ട്. അനുമോൾ പറഞ്ഞതായിട്ട് ഈ 16 ലക്ഷം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഈ 16 ലക്ഷം രൂപ 100 ദിവസത്തേക്ക് അനുമോൾ PR കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓരോ കണ്ടസ്റ്റൻസിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാലറികളാണ്. ഇപ്പോൾ ഷാനവാസിനുള്ള സാലറി ആയിരിക്കുമല്ലോ ചിലപ്പോൾ അനീഷിനുള്ളതായിരിക്കുമല്ലോ ചിലപ്പോൾ നെവിനുള്ളത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഫേസ് വാല്യൂവിനനുസരിച്ചാണ് അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് പേയ്മെൻറ്റ് വരുന്നത്. ഈ അനുമോളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു 30,000 രൂപ ഡെയിലി ബഡ്ജറ്റ് ഇട്ടാലും 65, 70 ദിവസം ആകുമ്പോഴാണ് ആക്ച്വലി ഈ പറയുന്ന 16 ലക്ഷം രൂപ അടുപ്പിച്ച് ഉള്ളൊരു എമൗണ്ട് ആവുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 65 ദിവസം 70 ദിവസം നിൽക്കുമ്പം കിട്ടുന്ന പേയ്മെൻറ്റ് മൊത്തം എടുത്ത് PR കൊടുക്കും എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമായിട്ടാണ് ഞാൻ വിലയിരുത്തി കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം PR കൊടുത്തെങ്കിൽ തന്നെ ഇപ്പം ഒരു മൂവിയുടെ ഒരു ട്രെയിലർ ലോഞ്ചോ ഒരു ഓഡിയോ ലോഞ്ചോ ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ മൂവിയുടെ പ്രൊമോഷനൊക്കെ നടത്തുമ്പോഴും കൂടിപ്പോയ ഒരു ബഡ്ജറ്റ് ഒരു 5 lakhs or 10 lakhs ആയിരിക്കും അതിൻ്റെ ഒരു പ്രൊമോഷൻ ബഡ്ജറ്റ്. എനിക്കറിയാവുന്നത് പ്രകാരം ഒരു ഒട്ടുമിക്ക ആവറേജ് സിനിമകളുടെയും പ്രൊമോഷൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞ് സാധാരണ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ PR വർക്ക് ചെയ്യുമ്പോൾ ഒരു 100 ദിവസമൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തേക്ക് സാധാരണ ചെയ്യുന്നത് ഒരു 8,000-9,000 രൂപയ്ക്കൊക്കെയാണ് സാധാരണ PR വർക്ക് അവിടെ ചെയ്യുന്നത്. സാധാരണ ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമയുടെ ട്രെയിലറിൻ്റെ പല ക്ലിപ്പിങ്സ്, അതിൻ്റെ റിയാക്ഷൻസ്, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ട്രെയിലറിൻ്റെ റിയാക്ഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാസത്തേക്കോ ഒരു മാസത്തേക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു 8,000 to 9,000 റുപ്പീസാണ്. അപ്പോൾ 100 ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ പോയിട്ടുള്ള അനുമോൾ 16 ലക്ഷം രൂപ കൊടുത്ത് ഒരു PR എടുക്കുന്നു അങ്ങനെ പറഞ്ഞു വരുന്നത് അത്ര റൈറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഒരു TV സീരിയൽ അല്ലെങ്കിൽ TV ആർട്ടിസ്റ്റാണ്. സീരിയൽസിലും ആൽബംസിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളത്, എക്സ്പീരിയൻസ് ഉള്ളതുമാണ്, ഒരുപാട് ഫേസ് വാല്യൂ ഉള്ളതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പം ടമാർ പടാർ പോലുള്ള ഷോകളിൽ ഡെയിലി എപ്പിസോഡ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു മെമ്പറും കൂടിയാണ്. പിന്നെ ഡെയിലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ഡെയിലി റണ്ണിങ് ആയിട്ടുള്ള സീരിയൽസിലും അനുമോൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അനുമോളുടെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോയിൽ ഷാനവാസിനുള്ളതുപോലെ തന്നെ ഫേസ് വാല്യൂ ആർക്കുണ്ട്? നമ്മുടെ അനുമോൾക്കും ഫേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഇത്രയും തുക കൊടുത്തൊരു PR എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കണ്ടസ്റ്റൻ്റെ ഒരു നില വലിച്ച് താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ വെറുതെ ആണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അനുമോൾ ആക്ച്വലി നല്ലൊരു ഗെയിം അവിടെ നടത്തുന്നുണ്ട്. പിന്നെ അനുമോളുടെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയറി സംസാരിക്കും. ക്യാമറ ഫേസ് വാല്യൂ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് കുറച്ച് സംസാരങ്ങളൊക്കെ അനാവശ്യമായി സംസാരിക്കുന്നതുകൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് എ ഗുഡ് കണ്ടസ്റ്റന്റ്. അതിനപ്പുറത്തേക്ക് വേറെ വലിയ വള്ളികളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് കളിക്കാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് നല്ലൊരു ഗെയിം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാനുണ്ടായിരുന്നത്. എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഇതൊക്കെ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. എന്തായാലും മറ്റൊരു കണ്ടന്റുമായി കാണുന്നവരെ 90s Kid Official സൈനിങ് ഓഫ്.